ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. സെപ്റ്റംബർ 20 ഉള്ള 10th ലെവൽ LGS എക്സാമുകളുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? പിന്നെ നിങ്ങളോട് വേറൊരു കാര്യവും കൂടെ പറയാനുണ്ട്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റഡി വിൻ PSC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 10 മുതലാണ് ക്ലാസ് തുടങ്ങുന്നത്. സെപ്റ്റംബർ 10 മുതൽ ഡിസംബർ 31 വരെയാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ഒരു ചെറിയ ഫീസേ ഉള്ളൂ, 250 രൂപ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ജോസഫ് മുണ്ടശ്ശേരി. കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം. ഓപ്ഷൻ സി ഇറ്റ് വാസ് 5 past midnight. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് എവിടെ? ഓപ്ഷൻ ബി പനവേൽ. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ സി അരുൺ ഷൂറി. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഓപ്ഷൻ ഡി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര്? ഓപ്ഷൻ ബി ദിവ്യചക്ഷു. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാം. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാം. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം. സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലക്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഓപ്ഷൻ സി 1965 ജാനുവരി 26. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1965 ജാനുവരി 26. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം? ഓപ്ഷൻ ബി എടയ്ക്കൽ. GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നു മുതൽ? ഓപ്ഷൻ ഡി 2017 ജൂലൈ 1. GST അഥവാ ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2017 ജൂലൈ 1 മുതൽ. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ഓപ്ഷൻ ബി HJ കനിയ. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് HJ കനിയ.
സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനമാണ് നീതി ആയോഗ്. എന്നാണ് ഇത് നിലവിൽ വന്നത്? ഓപ്ഷൻ സി 2015 ജാനുവരി 1. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനം നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1. ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞതാരാണ്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞത് അംബേദ്കർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം. ഓപ്ഷൻ ഡി നീലദർപ്പൺ. നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം നീലദർപ്പൺ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബംഗാൾ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിത അനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ഓപ്ഷൻ ബി ശ്യാം ബെനഗൽ. നയി താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ഓപ്ഷൻ സി ഗാന്ധിജി. നയി താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ഗാന്ധിജി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. ആരാണ് ഇതെഴുതിയത്? ഓപ്ഷൻ എ സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. കേരള സിംഹം എഴുതിയത് സർദാർ KM പണിക്കർ. കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ. ഓപ്ഷൻ ബി കല്ലേൽ പൊക്കുടൻ. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി ലാറി ബേക്കർ. 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം. ഓപ്ഷൻ ഡി ഭുവനേശ്വർ. ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി PT ഉഷ. ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് PT ഉഷ. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം. ഓപ്ഷൻ ഡി കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി. മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തേതുമായ വനിതാ ഭരണാധികാരി. ഓപ്ഷൻ ബി സുൽത്താന റസിയ. മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തേതുമായ വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത്. ഓപ്ഷൻ ഡി ഷെർഷാ സൂരി. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത് ഷെർഷാ സൂരി. അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി മറാത്ത. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? സുഭാഷ് ചന്ദ്രബോസ്. ട്രായ് ശുപാർശയനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക്
ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ? ഓപ്ഷൻ സി 112. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്? ഓപ്ഷൻ ബി മാഡം ഭിക്കാജി കാമ. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ? ഓപ്ഷൻ സി ശങ്കരാചാര്യർ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് എന്ന്? ഓപ്ഷൻ ഡി 1857. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ? ഓപ്ഷൻ എ ദാദാഭായി നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജി. ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേര്? ഓപ്ഷൻ ബി പെരിയാർ. ചൂർണി, പെരിയാർ. കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്? ഓപ്ഷൻ സി നബാർഡ്. കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡ്. രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം? ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി? ഓപ്ഷൻ എ സുചേത കൃപലാനി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി സുചേത കൃപലാനി. ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം? ഓപ്ഷൻ ബി നിസ്സഹകരണ പ്രസ്ഥാനം. ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം. വിവര സാങ്കേതിക നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ സി 2000. വിവര സാങ്കേതിക നിയമം പാസാക്കിയ വർഷം 2000. ഭാരതരത്നം നേടിയ ആദ്യ വനിത? ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി ചരൺ സിംഗ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. കോട്ടൺ ഓഫ് പോളിസ് എന്നറിയപ്പെടുന്ന നഗരം? ഓപ്ഷൻ എ മുംബൈ. കോട്ടൺ ഓഫ് പോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി കൽക്കട്ട. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കൽക്കട്ട. കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിന്റെ പേര്? ഓപ്ഷൻ സി കൊളംബിയ. ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം? ഓപ്ഷൻ എ ക്രോണോമീറ്റർ. ഇന്ത്യയുടെ തെക്കേ അറ്റം? ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം? ഓപ്ഷൻ ഡി തെലുങ്കാന. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാന. സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം? ഓപ്ഷൻ ബി കന്യാകുമാരി. ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? ഓപ്ഷൻ എ 1. ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? 1. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ്? ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. ദക്ഷിണ ഭോജൻ സ്വാതി തിരുനാൾ. 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ഡി AK ഗോപാലൻ. 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് AK ഗോപാലൻ. ഓഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ദക്ഷിണ കൊറിയ. അന്താരാഷ്ട്ര മണ്ണ് വർഷം? ഓപ്ഷൻ ബി 2015. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം? ഓപ്ഷൻ എ പട്ടാമ്പി. നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം? ഓപ്ഷൻ സി മുള. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുള. ആഫ്രിക്കയിലെ
ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ഓപ്ഷൻ ബി എബോള. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഓപ്ഷൻ എ കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. ലോക പരിസ്ഥിതി ദിനം? ഓപ്ഷൻ സി ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി. സ്കർവി ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഓപ്ഷൻ ഡി ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി? ഓപ്ഷൻ ബി ആരോഗ്യ കിരണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ആരോഗ്യ കിരണം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമേത്? ഓപ്ഷൻ സി പ്രോട്ടീൻ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം പ്രോട്ടീൻ. ആവർത്തന പട്ടികയിൽ 18-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ഡ്യൂട്ടീരിയം. ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം. ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിരെന്നറിയപ്പെടുന്നു. അലൂമിനിയത്തിൻ്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. അലൂമിനിയത്തിൻ്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ബോക്സൈറ്റ്. ISI മാനദണ്ഡം അനുസരിച്ച് 1-ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? ഓപ്ഷൻ സി 76%. ISI മാനദണ്ഡം അനുസരിച്ച് 1-ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? 76%. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമേത്? ഓപ്ഷൻ എ ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോഴുള്ള ഊർജ്ജരൂപമേത്? ഓപ്ഷൻ ബി ഗതികോർജം. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോഴുള്ള ഊർജ്ജരൂപം ഗതികോർജം. ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏത്? ഓപ്ഷൻ സി മഞ്ഞ. ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം മഞ്ഞ. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? ഓപ്ഷൻ ബി 0 ഡിഗ്രി സെൽഷ്യസ്. ഐസ് ഉരുകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ഉൽപ്പതനം. ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഉൽപ്പതനം എന്നറിയപ്പെടുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ എ പ്രകീർണനം. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു ഹൈപ്പ് കാണും, അതും കൂടി ഒന്ന് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.